തൃശ്ശൂർ ജില്ലയിൽ ഒരു പുതിയ തിയേറ്റർ കൂടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്ററിന്റെ എണ്ണം ഒന്നുകൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായാലും ഏത് തിയേറ്ററാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്. യെസ്, തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കൊല്ലം കൊട്ടിയത്തെ ഡ്രീംസ് മാളിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ആശീർവാദ് സിനിപ്ലക്സിന്റെ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ മിസ്റ്റർ ആന്റണി പെരുമ്പാവൂർ ഒരു സൈഡിൽ, അതുപോലെ തന്നെ മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു സൈഡിൽ, രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ അവരിങ്ങനെ കട്ട കോമ്പറ്റീഷനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഗുണം കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. കാര്യം മെച്ചപ്പെട്ട തിയേറ്ററുകൾ തുറക്കുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട തിയേറ്റർ അനുഭവം കിട്ടുന്നു എന്നുള്ളതാണ്. യെസ്, അപ്പോൾ അവർ ആ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകട്ടെ. അപ്പൊ എവിടാണ് പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാദേഴ്സ് മാളിലാണ് മാജിക് ഫ്രെയിംസിന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ സീറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആശീർവാദിന്റെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ കൊടുത്ത അതേ സീറ്റിന്റെ മോഡൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് എടുത്ത് കോപ്പി അടിച്ച് വെച്ചൊന്നല്ല പറയുന്നത്. ഇപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ പുതിയതായിട്ട് ഇറങ്ങുന്ന തിയേറ്ററുകളിലൊക്കെ ഈ ഒരു മോഡൽ സീറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മാജിക് ഫ്രെയിംസ്, ആശീർവാദ് മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ തിയേറ്ററുകളും ഏതാണ്ട് ഈ ഒരു മോഡൽ സീറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, അത്യാവശ്യം നല്ല ഹെഡ് റെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ തിയേറ്ററുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ, പണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇറക്കി വിടുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ ഹെഡ് റെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ തിയേറ്റർ മാനേജ്മെന്റ് ഈ ഹെഡ് റെസ്റ്റിനൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ഗുണം നമുക്ക് തന്നെയാണ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്ര സ്ക്രീനാണ് എന്ന് ചോദിക്കുകയാണെങ്കിലേ 2 സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ സ്ക്രീൻ 1 പോകുന്നതിന് മുന്നേ ഞാൻ സ്ക്രീൻ 2 പോകുന്നത്. കാര്യം ഈ ഒരു തിയേറ്ററിലെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീൻ 2 ആണ്. ഏറ്റവും വലുതെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സീറ്റുകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 140 സീറ്റോട് കൂടിയ ഒരു തിയേറ്റർ സ്ക്രീനാണ് കേട്ടോ. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സൈസാണെന്ന് നമുക്ക് പറയാം. ഒരു റെഡ് തീമിലാണ് ഈ ഒരു തിയേറ്റർ, ഈ ഒരു സ്ക്രീൻ ചെയ്തിരിക്കുന്നത്. കാണാൻ അതിൻ്റെതായ ഭംഗിയൊക്കെ ഉണ്ട്. ആ ഒരു റെഡ് കളർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം റെഡ് സീറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ. യെസ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി പ്രൊജക്ഷൻ്റെയും സൗണ്ടിൻ്റെയും കാര്യം നോക്കുന്ന സമയത്ത് പൊതുവേ മാജിക് ഫ്രെയിംസിന്റെ പുതിയ തിയേറ്ററുകളിൽ അവർ പുതിയ 4K RGB ലേസർ പ്രൊജക്ടേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് സീറ്റ് നമ്പറിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രൊജക്ടറിന്റെയും സൗണ്ടിന്റെയും കാര്യത്തിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ടറാണ് ഈ ഒരു സ്ക്രീനിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോൾബി 7.1 ആണ്. ഈ 2K ലേസർ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഒരു മോശം പ്രൊജക്ടർ അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അല്ല അത് പോട്ടെ, നമ്മൾ പുതിയതായിട്ട് തുറക്കുന്ന ഒരു തിയേറ്റർ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഹയർ സ്പെക്ക് പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ 2K ആണ് പരിഗണിച്ചത്. എന്തായാലും ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇവിടെ പോയിട്ട് സിനിമ കാണുവാണെങ്കിൽ ഒരു 2K ലേസർ അതുപോലെ തന്നെ ഡോൾബി 7.1 നിങ്ങൾ മുടക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ 2K 7.1-ന് 150 രൂപ വാങ്ങുക എന്ന് പറഞ്ഞു പറഞ്ഞാൽ ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഓഡി 1-ലേക്കാണ്. അപ്പോൾ ഈ സ്ക്രീൻ 1-ന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ വളരെ ചെറിയൊരു സ്ക്രീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് 107 സീറ്റ് മാത്രമേ ഈ ഒരു സ്ക്രീനകത്ത് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ സീറ്റിന്റെ ഒരു തീം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൂ ആണ്. മറ്റേടത്ത് റെഡ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭംഗിയൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പ്രൊജക്ഷന്റെയും സൗണ്ടിന്റെയും കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും അതേ കാര്യം തന്നെയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. അതായത് 2K പ്രൊജക്ഷൻ ആണ്, അതുപോലെ തന്നെ ഡോൾബി 7.1 ആണ്. ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യം നോക്കുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല. 150 രൂപ തന്നെയാണ് ഈ ഒരു സ്ക്രീനിലും വാങ്ങുന്നത്. അത് ഒന്ന് കുറച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾ ഹയർ സ്പെക്ക് കൊടുത്തിട്ട് ടിക്കറ്റ് ചാർജ് കൂട്ടി മേടിക്കുവാണെങ്കിൽ പിന്നെയും നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നല്ലേ. അപ്പോൾ ഇവരുടെ പട്ടാമ്പിയിലുള്ള തിയേറ്ററിൽ ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ടിക്കറ്റ് ചാർജിനേക്കാളും കുറച്ചൊന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോഴേ ഇനി നമുക്ക് റിയൽ ഫാക്റ്റിലേക്ക് കടക്കാം. റിയൽ ഫാക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു സൗണ്ടിനും വിഷ്വലിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് കൂടെ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സ്ക്രീൻ സൈസ്. അതായത് സൗണ്ടും വിഷ്വലും മികച്ചതായ മാത്രം പോരല്ലോ, സ്ക്രീൻ സൈസും കൂടെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാജിക് ഫ്രെയിംസ് ഇക്കാര്യത്തിൽ യാതൊരുവിധ പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തിയേറ്ററിലേക്ക്, ഈ പുതുതായിട്ട് തുറന്ന തിയേറ്ററിന്റെ കാര്യം നോക്കുന്ന സമയത്തും സ്ക്രീൻ സൈസ് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഡീസന്റ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ.
അല്ലാതെ ഒരു എന്താ പറയുക ഒരു വലിയ സ്ക്രീൻ അങ്ങനത്തെ ഒരു കാര്യം മാജിക് ഫ്രെയിംസിന്റെ അജണ്ടയിൽ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അവർ സ്ക്രീൻ സൈസിൽ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ള പ്രേക്ഷകർ പറഞ്ഞു തുടങ്ങും. അവരെന്തെങ്കിലും ഈ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് ഇനിയെങ്കിലും പുതുതായിട്ട് തുറക്കുന്ന തിയേറ്ററുകളിൽ അപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു നല്ല കാര്യമായിരുന്നു. ഈ തിയേറ്ററിന്റെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ അവർ വളരെയധികം മുൻപന്തിയിലാണ്. ഇപ്പോൾ ആശീർവാദിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ മാജിക് ഫ്രെയിംസ് ആണ് തിയേറ്ററുകൾ പുതുതായിട്ട് തുറക്കുന്ന തിയേറ്ററുകളുടെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് ഉള്ളത് കേട്ടോ. അവർ ഇങ്ങനെ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിയേറ്റർ സ്ക്രീനിന്റെ കാര്യം അവർ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആ പ്രദേശത്ത് മറ്റ് തിയേറ്ററുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ആശ്വാസം തന്നെയാണ്. കാര്യം ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരും സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു തിയേറ്റർ ഉള്ളത് എന്തുകൊണ്ടും ഒരു ആശ്വാസമാണ്. പക്ഷേ നമ്മൾ പുതിയ തിയേറ്ററുകളെ നോക്കിക്കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഹൈ എൻഡിൽ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു കളക്റ്റീവ് ഡേറ്റ ആയിട്ട് എടുത്തുകൊണ്ട് മാജിക് ഫ്രെയിംസ് പുതുതായിട്ട് തുറക്കുന്ന തിയേറ്ററുകളിൽ ഈ സ്ക്രീൻ സൈസും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയായിരുന്നെങ്കിൽ നല്ല കാര്യമാണ്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ പറയുന്നതിന് മുമ്പ് ഇനി നിങ്ങൾ പറയണം മാജിക് ഫ്രെയിംസ് ആണോ അതോ ആശീർവാദ് സിനിപ്ലെക്സ് ആണോ തിയേറ്ററുകളായിരുത്തി മുൻപിൽ എന്നുള്ളത്.